സൺഡേസ് വിത്ത് സെൽമയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന വിഭവം ഞണ്ട് റോസ്റ്റാണ്. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. 6 മീഡിയം ടൈപ്പുള്ള ഞണ്ടാണ് ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത്. ഞണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി ഓരോ ഞണ്ടും 2 കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഞണ്ടിൻ്റെ വലിയ കാലുകളും എടുത്തിട്ടുണ്ട്. മസാല അകത്തോട്ട് പിടിക്കാൻ വേണ്ടി കാലുകളൊന്ന് ചെറുതായിട്ട് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. സവോള തിന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തത് 1 കപ്പ്, ചെറിയ ഉള്ളി ചതച്ചത് 10 എണ്ണം, ഇഞ്ചി ചതച്ചത് 1/2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, കറിവേപ്പില 3 തണ്ട്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മീറ്റ് മസാല 1 ടീസ്പൂൺ, പിരിയൻ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്, ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത് 1/4 കപ്പ്. ഞണ്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുക. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന സവോള ഇട്ട് വഴറ്റുക. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ഇളക്കി കൊടുക്കുക. പതുക്കെ സവോളയൊന്ന് വാടിക്കഴിയുമ്പോൾ ഇതിലോട്ട് ചതച്ച് വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, 2 തണ്ട് കറിവേപ്പില, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റുക. ഇത് കുറേ വഴന്നു പോകണ്ട, ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിരിയമുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മസാലപ്പൊടി ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാൻ. ഇതിപ്പോൾ മസാല മൂത്തിട്ടുണ്ട്, നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. ടൊമാറ്റോ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ടൊമാറ്റോ ഇപ്പം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ക്ലീൻ ചെയ്ത് വച്ചിരിക്കുന്ന ഞണ്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കുക. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കുക. ഞണ്ടിലൊട്ടും വെള്ളം ആഡ് ചെയ്യണ്ട. ഞണ്ടിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളൂ. ഞണ്ടിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. തീ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ സ്വാദിഷ്ടമായ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ click on subscribe. Thank you for watching. Bye bye.